അച്ഛാ, ചേട്ടൻ നിന്ന് വരും. ഇതാ കമ്പി വന്നിട്ടുണ്ട്. കമ്പിയോ? ഒന്നും കാണാൻ വയ്യ. എനിക്ക് സൂക്കേട് കൂടുതലാണെന്നോ മറ്റോ നീ അപ്പൻ എഴുതിയോ? ഞാനോ? അവനെ അറിയിക്കരുതെന്ന് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു. ഞാൻ എഴുതിയില്ല അച്ഛാ. പിന്നെ അവൻ വരുന്നത് എന്തിന്? അവധി കിട്ടിക്കാണും. പാവം, ഇത്ര ചെറുപ്പത്തിൽ തന്നെ അവൻ എന്ത് ക്ലേശിക്കുന്നു. അവനെ കൂടി പോറ്റി വളർത്തേണ്ട ഞാൻ. ഭഗവാന്. പരമോ, അവിടെ ഒരു കൊക്ക കൂടെ. പിന്നെ അണ്ണ എന്തെല്ലാം വിശേഷമുണ്ട്? മന്ത്രിസഭയ്ക്ക് വല്ല മാറ്റവും ഉണ്ടോ? വരുന്നത് 6 പേർക്കൂടെ 1:30 കൊള്ളാമല്ലോ അണ്ണന്മാര്. അരമണിക്കൂർ മേശമെനക്കെടുത്ത് ഇതിനാണോ? എസ് പി ഇങ്ങനെ നിന്നാലോ? കുടിച്ചത് മതി. നാക്കു പൊള്ളുന്നു. ആരെങ്കിലും സ്റ്റേഷനിൽ ചെന്നെങ്കിൽ ചേട്ടൻ ദേഷ്യപ്പെടും. ട്രെയിൻ വരാറായി. ഇവിടെ കേന്ദ്രന്ന് ട്രെയിൻ കാണണമെങ്കിൽ ബർമയിൽ തന്നെ പോകണം. അവിടെ ട്രെയിന് കുറഞ്ഞ 1 മൈൽ നീളം കാണും. എന്ത് സൗകര്യം! 1 മൈൽ നീളം. പുറകിലത്തെ കമ്പാർട്ട്മെന്റിൽ എത്താൻ കുറെ നടക്കണമല്ലോ. നടക്കണ്ട, അതല്ലേ രസം. അവിടെ പ്ലാറ്റ്ഫോർത്തിൽ ഒരു ബസ് ഓടുന്നു. ഓരോ കമ്പാർട്ട്മെന്റിന്റെ മുമ്പിലും ബസ്സിൽ കയറുന്നു, ചെറുന്ന് പോകുന്നു. നമുക്ക് ആവശ്യമുള്ള കമ്പാർട്ട്മെന്റിന്റെ മുമ്പിൽ ഇറങ്ങുന്നു, ട്രെയിനിൽ കയറുന്നു. ട്രെയിൻ ഇങ്ങനെ മൂടുന്നു. പിന്നെ എസ് പി, ഇത് ഞാനാണ് ഭാർഗവൻ. നിന്റെ യമണ്ടം പ്രയോഗങ്ങളൊന്നും ഇവിടെ ഇറക്കാറ്. വേഗം ചെല്ലേ. ജോലി തിരക്കുള്ളതുകൊണ്ടാണ് സ്റ്റേഷനിലോട്ട് വരാത്തതെന്ന് ചേട്ടനോട് പറയണേ. ആ ടേബിളിൽ എന്തുവേണം ചോദിക്കേ? അല്പസമയത്തേക്കൂടി ഞെളിഞ്ഞിരുന്ന് ഭരിച്ചോ? അല്പസമയം കഴിഞ്ഞാലെന്താ? എടാ, ഉടമസ്ഥൻ വന്നാൽ നിനക്ക് ഇവിടെ എന്ത് കാര്യം? ഉടമസ്ഥൻ ആര്? ഇത്തിരി പുളിക്കുന്നതിന്റെ ദോശയാ. അത് മൂക്കറ്റം തട്ടാ മടിയില്ലല്ലേ. പോവാം. ട്രെയിൻ വന്നോ? ഇല്ല, ഇപ്പൊ വരും. അമ്മാ, കണ്ണു കാണാപ്പാ, വല്ലതും തരണേ, പുണ്യം കിട്ടും. അവന് കണ്ണു കാണാം. കള്ളക്കുട്ടകൾ ആളുടെ പറ്റിക്കാതിരിക്കാണ്. കഷ്ടം, അങ്ങനെ പറയരുത്. മനുഷ്യന്റെ സ്ഥിതി ആർക്കറിയാം? നന്നായി ഇരിക്കട്ടെ. അമ്മണി എവിടെ? എന്താ ചേട്ടാ? അമ്മണി, എന്റെ അങ്ങനെയൊക്കെ പറ്റി എല്ലാം ഞാൻ വിസ്തരിച്ചു പറയാം. നീ കരയുന്നു. വാ. എടോ, ഈ സാധനം എടുത്ത് അവരുടെ വണ്ടിയിൽ കൊണ്ടുവയ്ക്കും. അപ്പോ സൂക്ഷിച്ചു പോണം. ഞാൻ പിന്നെ അവിടെ വന്ന് കണ്ടോളാം. കുറുപ്പേ, ചെയ്തു തന്ന ഉപകാരങ്ങൾക്ക് നന്ദി. ഞങ്ങൾ നടക്കട്ടെ. അമ്മണി, അല്ല, ചേട്ടൻ ഇവിടെ നിൽക്കുകയാണോ? ഇനി നോക്കാൻ ബാക്കി ഒരു സ്ഥലമില്ല. ഇഞ്ചൻ തൊട്ട് ബ്രേക്ക് വാൻ വരെ നോക്കി. എസ് പി ബർമയിൽ നിന്ന് വന്നു. അതോ? എടാ, വാച്ചിലേക്ക് നോക്കിയാൽ വന്ന തീയതി അറിയാൻ നോക്കൂ. ചേട്ടാ, ഇവിടൊക്കെ എന്തൊരു വാച്ച്. എനിക്ക് ബർമയിൽ വെച്ചൊരു വാച്ച് ഉണ്ടായിരുന്നു. അതിൽ സമയം മാത്രമല്ല, പ്രധാന സംഭവങ്ങളുടെ തീയതി പോലും നോട്ട് ചെയ്ത് കാണിക്കും. എന്ത് സൗകര്യം! നിന്റെ ഈ പുളുവെടുപ്പ് ഇതുവരെ നിർത്തിയില്ലേ? തീർത്തനായിരിക്കും. ഇതാ വലിക്കണം.
എടാ ഇതും ബർമയുടെ സൂത്രമാണോ? ബർമയിലാണെങ്കിൽ എടുക്കുമ്പോഴേ തീർത്ത് എരിഞ്ഞോണ്ടിരിക്കും. ശരി, ഭാർഗവൻ വന്നില്ലേ? ഷാപ്പിലെങ്ങനെ ഞെളിഞ്ഞിരിക്കുന്നു. ഷാപ്പില് അതറിഞ്ഞില്ലേ? ഭാർഗവാസ് കഫേ. എന്ത്? എന്റെ പണം ഭാർഗവൻസ് കഫേയോ? അനിയത്തി, കരയാതെ. കരഞ്ഞതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. വന്നത് വന്നു. ഭയങ്കര ഇതെങ്ങനെ സംഭവിച്ചു? എന്തിനത് പറയണം? വരാനുള്ളത് വഴിയിൽ തന്നു. ഒരു ദിവസം ഞാൻ അന്ന് ഫാക്ടറി അവധിയായിരുന്നു. ലാഡ്ജിലെ ചില കൂട്ടുകാരും ഒന്നിച്ച് ഒരു ഉല്ലാസയാത്രയ്ക്ക് പോയി. അല്പം അകലെയുള്ള ഒരു കടൽ വരും. അതിൽ കുളിക്കാൻ എന്നെ നിർബന്ധിച്ചു. ഞാൻ ഒഴിഞ്ഞു മാറാൻ നോക്കി. അവർ വിട്ടില്ല. ഒടുവിൽ ഞാനും അവരോടൊപ്പം കടലിലേക്ക് ചാടി. എന്ത് രസമാണ്! ഞങ്ങൾ പരസ്പരം വെള്ളം തെറ്റി കളിച്ചു. അവിടെ മുഴുവനും കരിമ്പാറകളാണ്. ഞാനൊരു ഇളം കുഞ്ഞിനെ പോലെ അതിൽ തുള്ളിച്ചാടി നടന്നു. ഓ, എത്ര പെട്ടെന്ന് എന്റെ കാലുകൾ വഴുതി. തലയുടെ പിൻഭാഗമാണ് പാറയിൽ തല്ലിയത്. എനിക്കൊന്നും ഓർമ്മയില്ല. തിരകൾ എന്നെ നിർഭയം പന്താടി. കൂട്ടുകൾ പരിഭ്രമിച്ചോടിയെത്തി. അവർ എന്നെ വാരിയെടുത്തു. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞു. കണ്ണു തുറന്നപ്പോൾ എനിക്കൊന്നും കാണാൻ വയ്യ. ഈശ്വര, ഇതിന് നാം എന്ത് പാപം ചെയ്തു? അധൈര്യപ്പെടാതെ, ചികിത്സിച്ചാൽ ഭേദമാകും. ഈ നിലയിൽ വീട്ടിൽ ചെന്ന് അച്ഛൻ കെട്ട അച്ഛൻ നമുക്ക് പറഞ്ഞ് സമാധാനിപ്പിക്കാം. അച്ഛൻ ജീവക്കിടക്കയിലാണ്. എന്നിട്ട് എന്നെ എന്തുകൊണ്ട് അറിയിച്ചില്ല? ചേട്ടനെ അറിയിക്കുന്നു. അച്ഛൻ നിർബന്ധമായി പറഞ്ഞുകൊണ്ട് ഞാൻ എഴുതാത്തതാണ്. ആട്ടെ, എനിക്ക് കാഴ്ച നഷ്ടപ്പെട്ടുവെന്ന് അച്ഛനോട് പറയരുത്. അച്ഛന്റെ രോഗം ഭേദമാകുന്നവരെ എനിക്ക് കാഴ്ച ഉള്ളതുപോലെ ഞാൻ അഭിനയിക്കാം. ചേട്ടാ, അതെങ്ങനെ സാധിക്കും? നമുക്ക് ശ്രമിക്കാം. അവശതയിൽ കിടക്കുന്ന അച്ഛന് ഞാൻ കാരണം ഒരു വേദനയും വരാൻ പാടില്ല. എടാ ഭാസി, എടാ ഈ മരുന്ന് കുപ്പികളൊക്കെ അകത്തേക്ക് മാറ്റ. അവൻ ഇതൊക്കെ കണ്ട വിചാരിക്കും എനിക്ക് ദീനം കലശലാണെന്ന്. എന്തടാ പറഞ്ഞത് കേട്ടില്ലേ? വണ്ടി വന്നല്ലേ? ചേട്ടാ, പടി സൂക്ഷിച്ച്. അമ്മണി, ഇനി നീ കരയരുത്. പറഞ്ഞേക്കാം. അച്ഛൻ എവിടെയാണ് കിടക്കുന്നത്? ചെന്ന് കേറുമ്പോ ഹാളിൽ വലത്ത് ഭാഗത്ത്. കൈവിട്ടേക്കൂ. ഒരു സഹായം കൂടാതെ എനിക്ക് അവിടെ എത്താൻ സാധിക്കും. അയ്യോ അച്ഛൻ! അച്ഛ, എന്താണിത്? വരണം. അപ്പോ അച്ഛാ, മോനെ. അച്ഛ, വരണം. അകത്ത് പോയി കിടക്കാം. ഇവള് പറഞ്ഞോ എനിക്ക് സുഖമില്ലെന്ന്? ഒന്നുമില്ല മോനെ. വേദനിച്ചോ? ഇല്ല. നിനക്ക് കണ്ണ് കണ്ടുകൂടെ?